മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസം നമ്മളെ ഡാനിയൽ പൂർണ്ണത്തിലച്ഛൻ ആയിട്ട് ചുമ്മാ സംസാരിപ്പിച്ചപ്പോൾ അച്ഛൻ പറയായിരുന്നു, മൊത്തം ഇല്ലിമുടം കാടുകളിലൂടെയാണല്ലോ സുവിശേഷ പ്രഘോഷങ്ങളെല്ലാം എന്ന്. അട്ടപ്പാടി കുറച്ച് ഇല്ലിയൊക്കെ ഉള്ള സ്ഥലമാണ്. നിങ്ങൾക്ക് നല്ല സന്തോഷമില്ലേ ഇതൊക്കെ കാണുമ്പോൾ? ഹല്ലേലൂയ. ബഹുമാനപ്പെട്ട സേവർക്കൻ വട്ടാലച്ചൻ പിലാത്തറ, കണ്ണൂർ പിലാത്തറ കൺവെൻഷനിലുണ്ട്. നാളത്തെ ഫുൾ ഡേ ബഹുമാനപ്പെട്ട വട്ടാലച്ചനുണ്ട് കണ്ണൂർ. നിങ്ങൾക്ക് ആ പരിസര പ്രദേശങ്ങളിൽ അവിടെ ശുശ്രൂഷകൾ സംബന്ധിക്കാം. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ അഭിഷേകം ഇങ്ങനെ വർദ്ധിച്ച് വരണം, അല്ലേ? ഒരു അനോയിൻമെൻറ്റ്, അല്ലേ? അല്ല, അനോയിൻറ്റിങ് കൂടി വരണമെന്നുള്ളത് നമ്മൾ ആഗ്രഹിക്കുന്നൊരു കാര്യം, പ്രാർത്ഥിക്കുന്നവരുമാണ്. യെസ്, ഇറ്റ്സ് ഗുഡ്, നല്ലതാണ്, വേണം ഉറപ്പായിട്ടും. പക്ഷേ സഹോദരങ്ങളെ, നമ്മുടെ അഭിഷേകം വർദ്ധിക്കണമെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു കാര്യം ശരിയാകാനായിട്ടുണ്ട്. അത് വചനം പഠിപ്പിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 9-ാമത്തെ അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിലാണ്. വചനം എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങൾ ഒഴിച്ചു വയ്ക്കാറില്ല. അങ്ങനെ ചെയ്താൽ തോൽക്കുടങ്ങൾ പൊട്ടി വീഞ്ഞ് ഒഴുകി പോവുകയും കുടങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യും. പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിലാണ് ഒഴിച്ചു വയ്ക്കുക. അപ്പോൾ രണ്ടും ഭദ്രമായിരിക്കും. അപ്പോൾ വീഞ്ഞ് എന്ന് പറയുന്നതിന് ബൈബിൾ പഠിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പല അർത്ഥമുണ്ട്. സ്നേഹമെന്ന അർത്ഥം പലതരമുണ്ട്. എന്നാൽ അഭിഷേകം എന്നുകൂടി അതിനൊരു സൂചനയുണ്ട്. അപ്പോൾ സ്വല പ്രവർത്തനങ്ങളിലല്ലേ അതിനൊരു സൂചന ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അപ്പോൾ ഈ ഒരു പുതിയ അഭിഷേകം എന്നൊരു കുടം, ഒരു പാത്രം, അല്ലേ? അത് വാസ്തവത്തിൽ എന്താ? നമ്മുടെ ഹൃദയമാണ്. നിങ്ങൾ സഭാപ്രസംഗൻ്റെ പുസ്തകം അവസാനത്തെ അധ്യായം വായിച്ച് നോക്കിയാൽ മതി. അവിടെ ഈ കുടം എന്നുള്ള വാക്കിന് ഹൃദയം എന്നൊരു അർത്ഥമെന്ന് മനസ്സിലാവും. സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ വേറെ എപ്പോഴെങ്കിലും അത് പറഞ്ഞേക്കാം. ഇങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ടല്ലേ? ഹല്ലേലൂയ. എന്നാലും ഞാൻ പറയും ഏതായാലും പ്രിയപ്പെട്ട. അപ്പോൾ ആ കുടം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയമാണ്. അപ്പോൾ നമ്മുടെ ഹൃദയം എപ്പോഴും പുതിയതാക്കി നവീകരിക്കുന്നതിനനുസരിച്ചായിരിക്കും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയുന്നത്, അല്ലേ? അപ്പോൾ അഭിഷേകം വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഹൃദയത്തെ, നമ്മുടെ സ്വഭാവങ്ങൾ, ഹൃദയത്തിനുള്ളിലെ ഭാവങ്ങൾ നവീകരിക്കാൻ എത്ര ശ്രമിക്കുന്നുവോ വിശുദ്ധീകരണത്തിലൂടെ ശക്തീകരണം അത്ര അഭിഷേകം കൂടുകയും ചെയ്യും. ഒരു തിന്മയെങ്കിലും നമുക്കറിയാമല്ലോ, അങ്ങ് പറിച്ച് കളയാൻ തീരുമാനം എടുക്കാം, അല്ലേ? ഈശോ അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.